നമസ്കാരം പ്രശാന്തേ. നമസ്കാരം. മുഖ്യമന്ത്രി ആരെന്ന് വല്ല പിടുത്തമുണ്ടോ? കേരളത്തിന്റെ ഒരു പിടിയുമില്ല, ആർക്കും ഒരു പിടിയില്ല. അതായത് പക്ഷെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം ആരാകണം മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് അത് പറഞ്ഞ ഹൈക്കമാൻഡിന് അറിയണം, അവർക്കറിയാം ആരാകും മുഖ്യമന്ത്രി എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയിലും കോഴിക്കോടൊക്കെ ചില പോസ്റ്ററുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് രാഹുലിനെ അല്ലല്ല ഒട്ടിച്ചത് കോൺഗ്രസ്സുകാരല്ല, അതിന്റെ വാക്കുകൾ കേട്ടാലറിയാം. രാഹുലിനോടും പ്രിയങ്കോടുമാണ്. നിങ്ങളുടെ പെട്ടി തൂക്കി നടക്കുന്നവരായിരിക്കും കെ സി വേണുഗോപാൽ. പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത്, പണി കിട്ടിയിരിക്കും. ആ തരത്തിലുള്ള പോസ്റ്റർ. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ, വയനാട് മണ്ഡലം 45% മുസ്ലിം വോട്ടർമാർ, പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം, ലീഗ് എന്തുകൊണ്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി ലീഗ് എന്തുകൊണ്ട് കെ സി വേണുഗോപാലിനെ ആക്കരുത്, എന്തുകൊണ്ട് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗ് മാത്രമല്ല പിന്നെ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ കിടന്ന് പുഷും പുള്ളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ അവിടെ ഒരു രാഹുലിനും പ്രിയയ്ക്കും ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, കെ സി വേണുഗോപാൽ വരാതിരിക്കാൻ മുസ്ലിം ലീഗ് തന്നെയാണ്, അല്ലേ? അവരാണ് ഈ കലക്കവെള്ളത്തിൽ മീനല്ല, കലക്കവെള്ളത്തിൽ നഞ്ചും കൊഞ്ചും സ്രാവും. നഞ്ചിനെയും പിടിക്കണം, സ്രാവിനെയും പിടിക്കണം. അവരുടെ ലക്ഷ്യം അതാണ്. മറ്റേ ഈ സിനിമയിൽ പറയുന്നല്ലേ, ഈരഴ തോർത്ത് വിരിച്ച് സ്രാവിനെ പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് തോർത്താണോ എന്നുള്ളത് ലീഗുകാർ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒരുപാട് ദോഷം ചെയ്തു. രാജേഷ് ജി പറഞ്ഞതിന് ഇപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ, കൽപ്പറ്റയിലും വയനാടും ബത്തേരിയിലും ഒക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്ററുകൾ വെച്ച് കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു, കെട്ടിയിറക്കാൻ നോക്കണ്ട ആരെ, കെ സി വേണുഗോപാലിനെ എന്നൊക്കെയുള്ളത്. സമാനമായ ഒരു പ്രവർത്തനം വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടോ? സമാനമായ രീതിയിൽ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അതായത് മമതയെ തിരിച്ചു കൊണ്ടുവരണം. നോക്കൂ, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നം, നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു സ്റ്റേറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായിട്ട് ഒരു കക്ഷി വിജയിച്ചു. അപ്പോൾ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യം എങ്ങനെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കഞ്ഞി കുടിക്കുന്നത്, ഇവിടുന്ന് അരിയും ഗോതമ്പും ചെന്നില്ലെങ്കിൽ ബംഗ്ലാദേശ് പട്ടിണിയാണ്. പെട്രോൾ ഇപ്പൊ ഇന്ത്യ ഡിസ്കൗണ്ട് ഇനത്തിൽ സുഹൃത്ത് രാജ്യം അയൽ രാജ്യം എന്ന നിലയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും ഒക്കെ പെട്രോൾ കിട്ടുന്നത്. അവിടുത്തെ അതായത് ബംഗാളിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും സുരക്ഷിതരല്ലെന്ന് അവിടുത്തെ ഒരു മുസ്ലിം നേതാവ്, അത് മാത്രമല്ല ആ ഭീഷണിയേക്കാൾ വലിയ ഭീഷണി, അതായത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും, ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ ഇവരാണെന്നേ, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മമതയെ തിരിച്ചു കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം അങ്ങോട്ടേക്ക് വരും, ബംഗാളിനെ മോചിപ്പിക്കും. ഈ ഒരു കാര്യം അറിയോ രാജേഷ് ജി, ഈ ബംഗാൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നാണ് അതിൻ്റെ പേര്, ആ സംസ്ഥാനത്തിൻ്റെ പേര്, അല്ലേ? പക്ഷേ അതിനെ മമത ബംഗാളാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ വെസ്റ്റ് ബംഗാളിലെ വെസ്റ്റിനെ, പശ്ചിമ എന്നുള്ള ശബ്ദത്തെ കളഞ്ഞിട്ട് വെറും ബംഗാൾ, ഈ ബംഗ എന്ന് പറഞ്ഞായിരുന്നു മമതയുടെ ക്യാമ്പയിൻ മുഴുവനും. അപ്പോൾ ഈ നിങ്ങൾ ആസാമും ബംഗാളും തമ്മിലുള്ള വിഷയം അറിയോ? ആസാമിൽ ബംഗ്ലാ സംസാരിക്കുന്നവരെ കിട്ടിയാൽ അവർ ബംഗ്ലാദേശികളാണെന്നും പറഞ്ഞ് അവിടുന്ന് അടിച്ചോടിക്കും. ആസാമികൾ, അത് ആസാമിലെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ എല്ലാവരും ചേർന്ന് ഇവർ ബംഗ്ലാ ഭാഷ സംസാരിക്കുമോ? അവന് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവരെ അവർക്കറിയാം. പുതുതായിട്ട് വരുന്ന ഒരുത്തൻ ബംഗ്ലാ ഭാഷ സംസാരിച്ചാൽ അവനെ അവിടുന്ന് അപ്പം അടിച്ചോടിക്കും. കാരണം അവൻ ബംഗ്ലാദേശിയാണെന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ വീഡിയോ നമ്മൾ വലിയ എന്തായാലും ഈ AI കൊണ്ട് അതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ ഇതിൽ അവിടുത്തെ ചാനലുകൾ തന്നെ, ബംഗ്ലാദേശിലെ ചാനലുകളും അതുപോലെ തന്നെ മറ്റ് വിദേശ ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ ആൾക്കൂട്ടം, വലിയ റാലി. അവരാവശ്യപ്പെടുന്നത് ബംഗാളിൽ തിരിച്ച് മമതയെ കൊണ്ടുവരണം എന്നാണ്. നോക്കൂ, ഈ മമത ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന എക്കോസിസ്റ്റം എത്ര വലുതാണ്.
ഈ എക്കോസിസ്റ്റത്തിന് കോൺഗ്രസ് വഴങ്ങണമെന്നാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതെ, കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ കേരളത്തിൽ പിന്നെ ഈ എക്കോസിസ്റ്റത്തിന്, ബംഗ്ലാദേശിലെ ആ എക്കോസിസ്റ്റത്തിന് ഇവിടുത്തെ കോൺഗ്രസ് വഴങ്ങണം, കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങണം, രാഹുൽ വഴങ്ങണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രിയങ്കയെ തോൽപ്പിക്കും, രാഹുലിനെ തോൽപ്പിക്കും. ഇങ്ങോട്ട് വയനാടേക്ക് ആരും വരണ്ട. അല്ല, അവർ പറയുന്നത് അപ്പൊ ലീഗ് പറയുന്നത് KC വേണുഗോപാൽ ഹിന്ദു മന്ത്രിയാണെന്നാണോ, ഹിന്ദു മുഖ്യമന്ത്രിയുടെ നോമിനിയാണെന്നാണോ? അല്ല, അങ്ങനെയല്ല. അവരുടെ ധാരണ അതാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ. അല്ല, എന്ത് ധാരണയാണെങ്കിലും ലീഗിൻ്റെ പുറകിൽ കളിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ നരേറ്റീവുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വെറും ഒരു പാവയാണ്, മുമ്പിൽ നിന്ന് കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്. പാണക്കാട് തങ്ങൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് വഴിപ്പെട്ടിരിക്കുന്നു, അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉയരുന്ന അതേ ടോൺ, അതേ മുദ്രാവാക്യം, അതേ ആവശ്യങ്ങൾ എങ്ങനെ കേരളത്തിലും ഉയരുന്നു? എങ്ങനെ കേരളത്തിലും അതേ ടോണിൽ ഒരു വിഭാഗം ആൾക്കാർ സംസാരിക്കുന്നു? അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഉറവിടം, രണ്ടിൻ്റെയും ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഒന്നാണ്, അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇനിയിപ്പോൾ KC വന്നാലും VD സതീശൻ വന്നാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും നാണക്കേട് തന്നെയാണ്. കാരണം അല്ല, കേരളത്തിന് മുഖ്യമന്ത്രി ഇല്ലാതെ എത്ര കാലമായി? അല്ലെന്നേ, അതൊക്കെ അതെല്ലാം കോൺഗ്രസ് മറികടക്കും. അത് മറികടന്നോട്ടെ, പക്ഷെ അതൊരു പാർട്ടിയുടെ കാര്യമാകാം. പക്ഷെ ഇത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രാജേഷ് ജി, താങ്കൾക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് ഇതൊക്കെ അറിയുന്നവരാണ്. കോൺഗ്രസിനകത്ത് ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. ഇപ്പം എന്തിനാണ് കോൺഗ്രസ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ വിളിപ്പിച്ചത്? പ്രത്യേകിച്ചും ഇവരെല്ലാം ഈ തെക്കൻ ജില്ലകളിൽ, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് ജയിച്ചവരാണ്. ലീഗ് ഇതര മനസ്സറിയണം, ലീഗിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കുന്ന. അത് മാത്രമല്ല, ലീഗ് ഇതര മനസ്സറിയുന്നതിന് വേണ്ടി മാത്രമല്ല, കോൺഗ്രസ് സത്യത്തിൽ ഒരു ഒരു നാടകം ഇവിടെ കളിക്കുന്നുണ്ട്. കൃത്യമായ സ്ക്രിപ്റ്റ് അതിന് ഉണ്ട്. ഡൽഹിയിലല്ല, ഇവിടെയും. ഡൽഹിയിൽ മാത്രമല്ല, ഇവിടെയും ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് കോൺഗ്രസ് കളിക്കുന്നത്. അതായത് കോൺഗ്രസ്സിനൊരു കാര്യം മനസ്സിലായി, CPM എന്ന് പറയുന്ന പാർട്ടി തകർന്നു. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി വലിയ നേട്ടങ്ങളില്ല. അത് ശരിയാണ്. അവർ വരച്ച വരയിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്, LDF അല്ലേ? അതെ. മുഖ്യമന്ത്രി ആരെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ നാണംകെട്ട പരിപാടിയല്ലോ. മുഖ്യമന്ത്രി ആരെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പേര് പറയാന്നുള്ളത്. ഇത് ഇലക്ഷൻ അല്ലല്ലോ. UDFന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അല്ലേ? അതിന് ഞാൻ മറുചോദ്യം ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവായിട്ട് ആരെ വയ്ക്കും? അല്ല, ആരെ വച്ചാലും ഇവർക്കൊരു പേര് പറയാമല്ലോ, ധൈര്യത്തോടെ പറഞ്ഞു. ഇതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതായത് ഈ പ്രതിപക്ഷ നേതാവാണ് ജനങ്ങളുടെ ജിഹ്വയായി മാറാൻ പോകുന്നത്, അല്ലേ? അങ്ങനെയായിരുന്നു. കാരണം ഒരാൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷം പറയും, അല്ലേ? ഒരു വോട്ടർക്ക് പറയാനുള്ളത്, വോട്ടറല്ല, ഒരു ജനത, ഒരു കേരളീയന് പറയാനുള്ളത്, കേരളത്തിന്റെ പ്രതിപക്ഷ ശബ്ദം അതെ നിയമസഭയിൽ അവരാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കണം. നമ്മുടെ ചർച്ച ഒന്ന് വഴിതിരിഞ്ഞു പോയോ സംശയമുണ്ട്. അതിലേക്ക് വരാം. അത് നമുക്കതൊരു പ്രത്യേക വിഷയമായിട്ട് എടുത്ത് സംസാരിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം, CPMഉം വെള്ളം കുടിക്കുകയാണ്. ആരെ പ്രതിപക്ഷ നേതാവാക്കും? പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ അത് വലിയ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി എത്ര ശോഭിക്കും എന്ന് കണ്ടറിയണം. അത് മറ്റൊരു കാര്യം. VSനെ പോലെ ഒരു പോരാളിയൊന്നുമല്ല പിണറായി. ജനകീയനല്ല, ജനകീയനൊന്നും അല്ല. പാർട്ടിക്കാർക്ക് വലുതാണ്, പാർട്ടിക്ക് പുറത്ത് ആൾക്കാർക്ക് പുല്ലുവിലയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ജനകീയനാകണം. അങ്ങനെ ഒരു മുഖം ഇന്ന് CPMനുള്ളിൽ ഇല്ല. നിങ്ങൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഒരു TP രാമകൃഷ്ണൻ തോറ്റുപോയി പേരാമ്പ്ര നിന്ന്. ഒരു പരിധി വരെ നമുക്ക് MP രാജേഷ് തോറ്റുപോയി തൃത്താല നിന്ന്. പിന്നെ P രാജീവ് കളമശ്ശേരിയിൽ തോറ്റുപോയി. അതും എങ്ങനെ തോറ്റു എന്നൊക്കെ ഉള്ളത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇരിക്കട്ടെ, ചെറിയ വോട്ടിനൊന്നുമല്ല, 10-15,000 വോട്ടിന് മേളിൽ തോറ്റത്. അത് തോൽപ്പിച്ചതാണെന്നേ. അതിൽ നിന്നും മുഖ്യമന്ത്രി അതിജീവിക്കും ധർമ്മടത്ത്, അല്ലേ? മുഖ്യമന്ത്രി മാത്രമേ അതിജീവിച്ചുള്ളൂ. അത് പോട്ടെ, ആ വിഷയമല്ല നമ്മുടേത്. ഇവിടെ കോൺഗ്രസ് കൃത്യമായൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ നാടകം കളിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ജില്ലകളിൽ ഇനി അവർ ഭയപ്പെടുന്നത് CPMനെ അല്ല, BJPയെയാണ്. BJPയുടെ വളർച്ച
ഇന്ന് BJPക്ക് കിട്ടിയ 3 സീറ്റും തെക്കൻ ജില്ലകളിലാണ് അല്ലേ? അതെ. BJP ശരിയാണ്, മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു, 2ാം സ്ഥാനത്തൊക്കെ വന്നു, വലിയ രീതിയിൽ വോട്ട് പിടിച്ചു അല്ലേ? സുരേന്ദ്രനാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. പക്ഷെ അവർക്കറിയാം വടക്കൻ ജില്ലകളിൽ BJP വിജയിക്കില്ല. BJPയെ പരാജയപ്പെടുത്താനുള്ള ഡെമോഗ്രഫി, ജനസംഖ്യാ മാറ്റം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ മണ്ഡലങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിചാരിക്കുന്നില്ല, മുസ്ലിം വോട്ടൊരു നിർണായക ഘടകമാണ് മലബാറിൽ. അതായത് പാലക്കാട് തൊട്ട് മുകളിലേക്ക് വളരെ കൃത്യമായിട്ട് പാലക്കാട് ജില്ല പോലും, ഇപ്പോൾ പാലക്കാട്, മലപ്പുറം അതിർത്തി, മണ്ണാർക്കാട് അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് 100% ഉറപ്പാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിക്കുകയുള്ളൂ, ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ജയിക്കുകയുള്ളൂ എന്ന് മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വളരെ കൃത്യമായിട്ട് അവർ തങ്ങളുടെ കൈവെള്ളയിലായി കഴിഞ്ഞു എന്ന സത്യം അവർക്ക് തിരിച്ചറിയാം. അവർക്കതുകൊണ്ട് അവിടെ അവർ BJPയെ ഭയപ്പെടുന്നില്ല. അവിടെ BJP പരമാവധി വോട്ട് പിടിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ എപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും. അത് ലീഗ് ആണെങ്കിൽ ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, അല്ല പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് മധ്യ കേരളത്തിൽ അതേസമയം അങ്ങനെയല്ല, തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. തെക്കൻ കേരളത്തിൽ വളരെ വിശാലമായിട്ട് കൂട്ടിയും കുറച്ചും ചിന്തിച്ചാൽ മനസ്സിലാകും, ഹിന്ദു വോട്ട് ബാങ്കാണ് അവിടുത്തെ ശക്തി. അത് ഇത്ര കാലവും CPMനൊപ്പമായിരുന്നു. ഇപ്പോൾ അത് വലിയ വിള്ളൽ CPMന് വരുത്തിക്കൊണ്ട് അത് BJP പിടിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് 3 സീറ്റുകൾ BJP വിജയിച്ചത് എന്ന സത്യം കോൺഗ്രസ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു. അവിടെയും നല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവർ ചിന്തിച്ച് കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻ, പരിഹാരം കണ്ടെത്തുന്നു. അവർക്കിപ്പോൾ ഇതെല്ലാം വിവാദമാകണം. വിവാദമായി അവസാനം ലീഗിൻ്റെ കലങ്ങിത്തെളിയണം. ലീഗിനെ വരച്ച വരയിൽ നിർത്തി ഹൈക്കമാൻഡ് ഒരു ഹിന്ദു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പറയാതെ പറഞ്ഞ്, കോൺഗ്രസ് പുറത്ത് പറയാതെ ഇറക്കുന്ന കാർഡുകൾ ഇതാണ്. ഇതിവിടുത്തെ ഏത് രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാകും. പക്ഷെ തുറന്നു പറയാൻ ഭയമുണ്ട്, അല്ലെങ്കിൽ തുറന്നു പറയാൻ മടിയുണ്ട്. എൻ്റെ സെക്കുലർ മുഖം നഷ്ടപ്പെടുമോ എന്ന്. നമുക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഒരു നിമിഷം, നമ്മൾ സെക്കുലർ അല്ല എന്ന് പറഞ്ഞോട്ടെ, സാരമില്ല. എങ്കിലും ഇതാണ് സത്യം. മത കാർഡിറക്കി കളിക്കുകയാണ് കോൺഗ്രസ്. വളരെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ കൈവെള്ളയിലിട്ട് വട്ടം ചുറ്റുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള എല്ലാ തിരക്കഥ എഴുത്തും തുടക്കത്തിൽ തന്നെ ഹൈക്കമാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഹൈക്കമാൻഡ് തന്നെ വളരെ തന്ത്രപരമായിട്ട് നിങ്ങൾ 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി എന്നൊരു ഓപ്ഷൻ കേരളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ ഈ 3 പേരുടെയും അണികൾ ഗ്രൂപ്പിസം 3 ഗ്രൂപ്പായി 3 പേരും വളരെ കൃത്യമായിട്ട് അവർ സ്വപ്നം കാണുന്നു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. നമ്മൾ ഈ സ്കൂൾ അസംബ്ലിയിലൊക്കെ പറയില്ലേ, യെല്ലോ ഗ്രൂപ്പ്, റെഡ് ഗ്രൂപ്പ്, ബ്ലൂ ഗ്രൂപ്പ്. അപ്പം KC ഗ്രൂപ്പ്, VD ഗ്രൂപ്പ്, RC ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പ് പേരും 3 ലൈനിലായിട്ട് അവിടെ മാറുന്നു, ഫാളിൻ ആകുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് മനസ്സിലാകുന്നു. പിന്നീട് ഈ ടീം കമാൻഡേഴ്സിനെ, ടീം ലീഡേഴ്സിന് 3 പേരെയും ഡൽഹിയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ അടി തുടങ്ങുന്നു. അപ്പോൾ ഒരു ദിവസം 1.5-2 ദിവസത്തെ അടി കലക്കം മറിച്ചിൽ അവസാനം ഹൈക്കമാൻഡ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം എടുത്ത് പറയുന്നു, ഈ പോസ്റ്ററുകളടക്കം ഫ്ലക്സ് ബോർഡുകളടക്കം എടുത്ത് മാറ്റി ശാന്തരാകാൻ അണികളോട് കൽപ്പിക്കുവിൻ. അങ്ങനെ അവർ അപ്പോൾ തന്നെ പുറത്തിറങ്ങി വന്ന് ഖാർഗെയുടെ വസ്തുത പുറത്തു നിന്ന് ചാനലുകളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ രാത്രി കാണുന്നു നമ്മൾ ഒരു തിരക്കഥ, ഇങ്ങനെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് അണികൾ ഈ ഓരോ കേസിയുടെ ഒക്കെ എടുത്തുകൊണ്ട് അല്ലാതെ രണ്ടാമത് ചിന്തിക്കുന്നില്ല. അപ്പോൾ തന്നെ അവർ ഇറങ്ങുന്നു, ഈ ഫ്ലക്സുകൾ പറക്കി തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. പിന്നീടാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് ആരെ ഗ്രൂപ്പാണ്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സാധനം കൂടെ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ 3-ൽ ഒരാളിന്റെ പിന്നിലേക്ക് ലീഗ് കയറി നിന്നു എന്നുള്ളതാണ്. അതാണ് അറിയേണ്ടിയിരുന്നത്. അത് ഹൈക്കമാൻഡിനും കൃത്യമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലൂ ഗ്രൂപ്പിനെ ഹൈക്കമാൻഡ് അവിടെ നിന്ന് അപ്പോഴേ അങ്ങ് മാറ്റി വെച്ചിട്ട് അല്ല, കളിക്കട്ടെ, പരമാവധി കളിക്കട്ടെ. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ നിലവിളക്ക് കൊളുത്തുന്ന ഒരു വിവാദം വന്നു അല്ലേ? ഈ നിലവിളക്ക് കൊളുത്താൻ മുസ്ലിം ലീഗ് മന്ത്രിമാർ തയ്യാറായില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ PDP നേതാവ് അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ, അന്ന്
അതായത് 92-ന് മുമ്പ് ഈ 87-ലെ നയനാർ മന്ത്രിസഭയുടെ കാലത്താണ് ഈ 86-ല് പിന്നെ CPM മുസ്ലിം സംഘർഷം നാദാപുരം പോലെയുള്ള മേഖലയിൽ വളരെ ശക്തമായിട്ട് വന്നത്. അങ്ങനെയാണ് അവിടെ ഈ NDF എന്ന് പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സിൻ്റെ രൂപീകരണവും മറ്റും നടക്കുന്നത് അപ്പോഴാണ്. ഈ 90-കളുടെ ആദ്യം 90, 91 ആ കാലത്താണ്. അതിനുശേഷം 92 മുതലാണ്, അതായത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി, രാജീവ് ഗാന്ധി മരിക്കുന്നു, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറുന്നു 91-ൽ. ആ 91-ന് ശേഷമാണ് ഈ ബാബറി മസ്ജിദിൻ്റെ വിഷയം, രാമജന്മഭൂമി, അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം ആരംഭിക്കുകയും LK അദ്വാനി രഥയാത്രയൊക്കെ നടത്തുകയും ചെയ്ത് അങ്ങനത്തെ ഒരു വളരെ വല്ലാത്തൊരു ഒരു 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 ടെൻഷൻ ഉണ്ടായിരുന്നൊരു സമയത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നതും രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നതും പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതും ഇവിടെ കേരളത്തിൽ കെ കരുണാകരൻ അധികാരത്തിൽ വരുന്നത്. അന്നാണ് അബ്ദുൽ നാസർ മദനി വളരെ ശക്തമായി അതിരൂക്ഷമായ പ്രസംഗങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു, ISS, ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി. ആ സംഘടന അതിരൂക്ഷമായിട്ട് ലീഗിനെ മൃദു എന്താ പറയുക ഇസ്ലാമിക ഇത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലീഗിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അവരുടെ ഉദ്ദേശം ലീഗിനെ വെട്ടിമാറ്റി ആ സ്ഥാനത്തേക്ക് വളർന്നു കയറുക എന്നുള്ളതായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ലീഗ് ഈ പറഞ്ഞതുപോലെ നിലവിളക്ക് കൊളുത്തുന്ന, അതായത് ഇസ്ലാമിക ഇതര ആചാരങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് അവർ പിൻവാങ്ങുന്നത്, അത് ചെയ്യാതെ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ആ കാലത്താണ്. അന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ സത്യത്തിൽ ഒരു പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞത്, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇദ്ദേഹത്തിനെ എന്തോ ഒരു ആവശ്യത്തിന് കാണാൻ പോയി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം അന്നൊക്കെ ഈ ഫോണിലൊന്നും വിളിച്ചെടുക്കുന്ന രീതികൾ അധികമില്ല. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് വാർത്ത എടുക്കാനാണ് പോയത്. അപ്പോൾ അദ്ദേഹം സ്വകാര്യമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, വാർത്തയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പത്രങ്ങൾ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ, ലീഗ് വിളക്ക് കൊളുത്താതെ നിലവിളക്ക് തെളിക്കാതെ ലീഗ് മാറി നിൽക്കുന്നു, അത് പരമാവധി അത്തരം വാർത്തകൾ കൊടുക്കണം കേട്ടോ. കാരണം അത് ഞങ്ങളുടെ ആൾക്കാരിൽ, അതായത് മുസ്ലിങ്ങളിൽ ലീഗിനോടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ വിധേയത്വം വർദ്ധിപ്പിക്കുന്നു. കാരണം ലീഗ് ഇസ്ലാമിക ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഈ ഇസ്ലാമിക വൽക്കരണം അത് അതിശക്തമായിട്ട് അബ്ദുൽ നാസർ മദനിയുടെ നാവിൽ നിന്ന് പുറത്തു വരികയും അത് കേരളത്തിലെമ്പാടും കാസറ്റുകളിലൂടെ അത് പ്രചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അപ്പോൾ ലീഗിനതൊരു വെല്ലുവിളിയാണ്. ലീഗിന് രാഷ്ട്രീയമായിട്ടല്ല, മതപരമായൊരു വെല്ലുവിളിയാണത്. അവിടെ ലീഗ് എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് മന്ത്രിമാർ ഉപയോഗിച്ച് അങ്ങനെ ഒരു ലീഗിനെ വളർത്തിയെങ്കിൽ ഇന്ന് കോൺഗ്രസ് അതേ കാർഡ് തന്നെ ഉപയോഗിക്കുന്നു. ലീഗ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ഞങ്ങളിതാ ലീഗിനെ മൂക്ക് കയറിട്ട് നിർത്തിയിരിക്കുകയാണ്. ലീഗിനി പൊങ്ങില്ല. കോൺഗ്രസ്സിന് അറിയാം ലീഗ് ഇവിടുന്ന് എങ്ങും പോകാൻ പോകുന്നില്ല. ലീഗിന് LDF പോയിട്ട് എന്ത് ചെയ്യാനാ? 35 സീറ്റുണ്ട്. അതുമായിട്ട് അവിടെ ചെന്നിരുന്നിട്ട് CPI എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരാൻ തക്കം പാർത്തിരിക്കുക. RJD ഒരു MLA ഉള്ള RJD എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇപ്പുറത്ത് വരാൻ തക്കം പാർത്തിരിക്കുകയാണ്. 25 സീറ്റുള്ള CPM ആകാശത്ത് നോക്കി വായും വളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിന് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്നറിയാം. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിനെ പിളർത്തണം. അതത്ര എളുപ്പമല്ല. കാരണം കോൺഗ്രസ് ഈ കളിയെല്ലാം കളിച്ച് വന്നവരാണ്. അതെ, അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ലീഗിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ലീഗ് ഇനി എത്ര ചാടിയാലും അവസാനം ചട്ടിയിലാണ്, ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ഇവിടെ BJP ഇനി കേരളത്തിൽ വളരാതിരിക്കാൻ ഹിന്ദുത്വ വോട്ട് ബാങ്ക്, ഈ CPMനെ കൈവിട്ടിരിക്കുന്ന ഹിന്ദുത്വ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ചും ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങൾ, അവരുടെ ആ വോട്ട് ഇനി അത് കോൺഗ്രസ്സിന്, ഒപ്പം സവർണ നായർ വോട്ടും കോൺഗ്രസ്സിന്. ഇതാണ് ഈ ഒരു ഇക്വേഷൻ. അതായത് പോട്ടെ, തെക്കൻ സംസ്ഥാനങ്ങളിൽ BJP കുറച്ച് സീറ്റ് പിടിച്ചോട്ടെ, സാരമില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് ഇവിടെ വളരണം. കോൺഗ്രസ്സിന് പകുതി സീറ്റ് BJP കൊണ്ടുപോട്ടെ, ബാക്കി പകുതി ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. നോക്കൂ, അവരെടുത്ത നേമത്തെടുത്ത സ്ട്രാറ്റജി അതാണ്. അതുകൊണ്ടാണ് ഇത്തവണ ശിവൻകുട്ടി തോറ്റത്. കഴിഞ്ഞ തവണത്തെ പോലെ നേമത്ത് അവരുടെ വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇക്കുറി
അവിടെ ശിവൻകുട്ടി ജയിച്ചേനെ, BJP തോറ്റേനെ. അതിന് പകരം അവിടെ BJP തോൽക്കണമെന്ന് കോൺഗ്രസിന് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു സീറ്റ് CPM കൂടും. അതല്ല കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. കോൺഗ്രസ് സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. BJP അല്ല, തകരേണ്ടത് CPM ആണ്. CPM തകർക്കും. ഒരു വശത്ത് BJPയുടെ വളർച്ച ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കോൺഗ്രസ് കൂടെ നിർത്തും. ഒപ്പം ഹിന്ദുത്വ കാർഡ് ഇറക്കി ഒരു പരിധിവരെ ഈ BJPയിലേക്ക് പോകാത്ത CPMകാർ, ആശയപരമായിട്ട് BJP അങ്ങേയറ്റം എതിർക്കുന്ന അന്തംകമ്മികൾ, അവരെയൊക്കെ എല്ലാ കാലത്തും ഈ പേരിന് ഇത്തിരി സോഷ്യലിസവും നെഹ്റുവിയൻ സോഷ്യലിസവും ഒക്കെ പറഞ്ഞ് കോൺഗ്രസ് കൂടെ നിർത്തും. അങ്ങനെ കോൺഗ്രസ്സിന് എല്ലാ കാലവും കേരളം ഭരിക്കാൻ വേണ്ടുന്ന ഒരു തന്ത്രം, ആ തന്ത്രത്തിൻ്റെ തിരക്കഥ അനുസരിച്ചുള്ള ഒരു നാടകമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. മുഖ്യമന്ത്രി ആരായാലും കോൺഗ്രസ് കേരളം ഭരിച്ചിരിക്കുമെന്നൊരു വ്യക്തമായ സന്ദേശം. എയോ ബിയോ സിയോ ആയിക്കോട്ടെ. അത് അതിൻ്റെ പുറകിൽ അത് ഞങ്ങൾ കൊണ്ടുവരുന്ന മുഖ്യമന്ത്രി കൃത്യമായിട്ടും ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ കോൺഗ്രസ്സിന് മറ്റാരെക്കാളും കോൺഗ്രസിൻ്റെ ആവശ്യം ലീഗിനെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. ലീഗ് പരിധി വിടുന്നു. അത് കോൺഗ്രസ്സിനുള്ളിലെ മുസ്ലിം നേതാക്കൾക്ക് വലിയ ഭീഷണിയാണ്. ഷാഫി പറമ്പിലാകട്ടെ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം നേതാക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ വളർച്ച അവർക്ക് അപകടം തന്നെയാണ്. അവർ അത് വലിയ രീതിയിൽ അതിനെ മറികടക്കാനോ അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമം അവരും നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടായി വരുന്നത്.